പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 എക്കണോമിക്സിന്റെ 16ാമത്തെ ചാപ്റ്ററാണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറയുന്ന അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ വരുന്നത്. ഇനി വരും ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിന് ചോദിക്കുന്ന ഭാഗമാണ് ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട 16ാമത്തെ അധ്യായമാണ്. 15ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു, ചോദനത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് എന്താണ് വില ഇലാസ്തികത എന്ന് പറയുന്നത്, വിവിധ തരം ഇലാസ്തികത രീതികൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് അളക്കുന്നത് എന്ന് പറയുന്നത് എന്നൊക്കെയാണ്. ഒരു പദാർത്ഥത്തിന്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന അനേകം ഘടകങ്ങളിൽ ഒന്നാണ് ചോദനത്തിന്റെ വില ഇലാസ്തികത. ചോദനത്തിന്റെ വില ഇലാസ്തികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ചോദനത്തിലുണ്ടാകുന്ന മാറ്റം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന ഒരു സിസ്റ്റമാണ് ഇലാസ്തികത. ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമോഡിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസിന് മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വരുന്നു എന്നുള്ളതൊരു അളവ് പോലായിട്ട് അളക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഇലാസ്തികത എന്ന് പറയുന്നത്. അതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ വില 5 രൂപയിൽ നിന്ന് 10 രൂപയായി, അപ്പൊ ഡിമാൻഡ് 5-ൽ നിന്ന് 4 അപ്പൊ എത്ര ശതമാനം മാറ്റം വന്നു, വിലയിൽ എത്ര ശതമാനം മാറ്റം വന്നു, ഡിമാൻഡിൽ എത്ര ശതമാനം മാറ്റം വന്നു എന്ന് അളക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ഇത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്, ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ മാറ്റാണ്, അയവ് എന്നൊക്കെ പറയുന്നത്, വിലയിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതിന് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി P എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നുള്ളതിനാണ് ക്യൂ എന്ന് ഉപയോഗിക്കുന്നത്. ഡെൽറ്റ പി വിലയിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ 2 തരം ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവും. ഇപ്പൊ 2 തരം ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റി 5, ഒന്ന് ക്വാണ്ടിറ്റി 10, ഒന്ന് ക്വാണ്ടിറ്റി 5. ഇത് 2011 ക്വാണ്ടിറ്റി, ഇത് 2012 ഇതേപോലെ വിലയിൽ തന്നിട്ടുണ്ട് 3-ഉം 2-ഉം. അപ്പൊ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 10-ഉം 5-ഉം തമ്മിലുള്ളതാണ്. പഴയ ക്വാണ്ടിറ്റിയും പുതിയ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് 10-ന്ന് 5 ഡിവൈഡ് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പഴയ വിലയും പുതിയ വിലയും തമ്മിലുള്ള വ്യത്യാസം 3-ന്ന് 2 ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 1 ആണ് പ്രൈസ് ഇലാസ്റ്റിറ്റി, 1-ൽ കൂടുതൽ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഇലാസ്റ്റിറ്റി വന്നത്. അപ്പൊ 2 ക്വാണ്ടിറ്റി തരാം, വിവിധ വർഷങ്ങളാകാം, വിവിധ സമയങ്ങളാകാം, വിവിധ വിലകളും തരാം. ഒരു ഉൽപ്പന്നത്തിന്റെ വിവിധ വിലകളും തരാം. ഇത് തമ്മിലുള്ള ചേഞ്ചസ് കാണിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി എന്ന പേരിൽ പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡിഗ്രി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ്. ഡിഗ്രി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ്. ഡിഗ്രി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. എന്താണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ്? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചോദനത്തിലുണ്ടാകുന്ന മാറ്റം വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതലാണ്.
വിലയിലുണ്ടാകുന്ന ശതമാനത്തെക്കാൾ മാറ്റം ഡിമാൻഡിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ വന്നതിന് അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്. വിലയിലുണ്ടാകുന്ന മാറ്റം എന്താണ്, ചോദനത്തിലുണ്ടാകുന്ന ശതമാനം വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ കൂടുതലാണെങ്കിൽ അതിന് ഇലാസ്തികത ചോദനം എന്ന് പറയുന്നുണ്ട്. അതായത് വിലയിൽ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ചോദനത്തിൽ എത്രയാണ്, 30% മാറ്റം ഉണ്ടാകുക. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ. അപ്പൊ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ചോദനത്തിലുണ്ടാകുന്ന ശതമാനം വിലയിലുണ്ടാകും. അപ്പൊ ചോദനത്തിൽ എന്ന് പറഞ്ഞാല് ഒരു 10% ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് 10% മാറ്റം ഉണ്ടാകാം. അല്ല 30%, ചോദനത്തിൽ 30%, വിലയില് പ്രൈസിൽ 10% മാറ്റം ഉണ്ടാകാം. അപ്പൊ ഇത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് പ്രൈസിലുണ്ടാകുന്ന ശതമാനത്തെക്കാൾ മാറ്റം ഡിമാൻഡിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നമ്മൾ ഇലാസ്റ്റിറ്റി കണക്കാക്കുമ്പോൾ നമുക്കത് കിട്ടും കേട്ടോ. ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ബി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന്റെ ഇലാസ്തികത കിട്ടാൻ സാധ്യത ഉണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര വരും? ഡെൽറ്റ ക്യൂ പറയുമ്പോൾ 30% ഡിവൈഡ് ബൈ ഡെൽറ്റ ബി 10, 3 ആണ് വരുന്നത്. 3 ആണ് ഇവിടെ. അപ്പൊ കേവലം മൂല്യം ഗ്രേറ്റർ ദാൻ 1 ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഗ്രേറ്റർ ദാൻ 1 എന്നതാണ് ഇവിടെ അതിന്റെ കിട്ടിക്കുന്നത്. വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ ചോദന ഉണ്ടാകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1, 5 അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക? ഗ്രാഫ് വരുന്നത് നമുക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ എക്സും ഇവിടെ വൈയും വരും. ഇവിടെ ഡിമാൻഡ്, ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്, ഇവിടെ ഒറിജിനൽ ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ എഴുതാം ക്യൂ, ഇവിടെ പ്രൈസ് വന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസിൽ കുറെ 10% മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിന് 30%. ഇവിടെ ചെറിയ മാറ്റം തന്നെയാണ്. Q1, ഇവിടെ P1 ആണ്. ഇത് പ്രൈസും ആണ്, ഇത് ഡിമാൻഡാണ്. ഇനി നോക്കിക്കാൻ ഇലാസ്റ്റിറ്റി ഡിമാൻഡ് പ്രകാരം പ്രൈസിന് 10% മാറ്റാണെങ്കിൽ ഡിമാൻഡിന് 30%. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കാണിക്കുന്നത്? പ്രൈസിന് ഇവിടെ 10% വിചാരിക്കും. പ്രൈസില് ഇവിടെ 10% മാറ്റം ഉണ്ടായത്. അപ്പൊ ഇവിടെ ഡിമാൻഡിന് എത്ര ഉണ്ട്? 30% മാറ്റം സംഭവിക്കും. ഓക്കെ, ഇവിടെയുള്ള വ്യത്യാസത്തിന്റെ ട്രിപ്പിൾ ആകണം ഇവിടെ. അതിനനുസരിച്ച് നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇതാണ് ഡിമാൻഡ് കർവ്. അപ്പൊ ഗ്രാഫ് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പ്രൈസിന് 10% മാറ്റം ഉണ്ടാകും. പ്രൈസ് 10% കൂടാം അല്ലെങ്കിൽ കുറവാം. ഡിമാൻഡ് അനുസരിച്ച് 30%. ഓക്കെ, കണക്ക് ഈ ഡിഫറൻസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഡിമാൻഡ് കർവ് ഉണ്ട് എന്നതാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ പരന്നിട്ടാണ് ചോദന വക്രം വരുന്നത്. നേരെ സ്ലിപ്പ് അല്ല, പരന്ന് കിട്ടുന്നതാണ്. ഇനി വേറെ രീതിയിൽ വരാം. ഇത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതൽ മാറ്റം വരിക പ്രൈസിനെ അപേക്ഷിച്ച്. ഇനി രണ്ടും ഒരേ രീതിയിൽ മാറ്റം വരിക, അതിനാണ് യൂണിറ്റി ഓഫ് ഇലാസ്റ്റിറ്റി. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിന് 30%, പ്രൈസിന് 30%. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിന് 30% മാറ്റം, പ്രൈസിലും 30% മാറ്റം. ഡെൽറ്റ ക്യൂവിന് 30, ഡെൽറ്റ പിയും 30%. എങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ 30, 1. കറക്റ്റ് 1 ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി 1 ആണ്. അപ്പൊ ഒരേ നിരക്കിൽ രണ്ടിലും മാറ്റം വരും. ഡിമാൻഡിന് 30 പറയുമ്പോൾ പ്രൈസിന് 30 ആണ്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും എക്സ് വൈ. ഇവിടെ പ്രൈസ്, ഇവിടെ ഡിമാൻഡ് ആണ്. ഇവിടെ പ്രൈസ് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇതേ ഇതിനെ പടി മാറ്റം തന്നെ കേട്ടോ. ഇത് ഡിമാൻഡ് ആണ്, ഇത് Q1 ആണ്, P1. അപ്പൊ ഇവിടെ 30% ആണെങ്കിൽ ഇതേ വ്യത്യാസം തന്നെ ഇവിടെ വരും. അപ്പൊ ഒന്നുകൂടി ചെരിഞ്ഞ് വരാനാണ് ഗ്രാഫ്.
ഡിമാൻഡ് ഇവിടെ ഒരു പരന്നിട്ട് ഫ്ലാറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് ചെരിഞ്ഞ് വരാൻ തുടങ്ങി, സ്ലോപ്പ് ആകാൻ തുടങ്ങി. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഡിമാൻഡിലും പ്രൈസിലും ഒരേ ശതമാനം മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് യൂണിറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത് മൂന്നാമത്തെ എന്താണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിറ്റി എന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന് നേരെ തിരിച്ചിട്ടാൽ മതി. വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കാളും കുറവ് ഡിമാൻഡിലാണ്. ഒരു ഡിമാൻഡ് 10% വിചാരിക്കും, പ്രൈസ് എത്ര 30, തിരിച്ചിട്ടായി. അപ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ പ്രൈസ്, ഇവിടെ എന്താണ് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ കുറവ് പ്രൈസ്, അത് ഇലാസ്റ്റിറ്റി. ഇനി ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ചത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി, 10 ഡിവൈഡ് ബൈ 30 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒന്നിനും താഴെയാവും 0.33. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫ് എന്നതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് ഡിമാൻഡ്, ഇത് പ്രൈസ്. അപ്പോൾ നമ്മൾ ഡിമാൻഡിന് ആണ് കൂടുതൽ കുറവ് മാറ്റം വരുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കാണും ഡിമാൻഡിന് 10%, 10 ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ ഇതിന്റെ 3 ഇരട്ടി മാറ്റം വരുന്നുണ്ട്, 30%. അപ്പോൾ ഗ്രാഫ് ഒന്നുകൂടി ഇങ്ങനെ വരും. ഇതാണ് ഡിമാൻഡ്. ഇതൊക്കെ നോക്കിക്കാണി, ഇവിടെ തിരിച്ചിട്ടാണ് ഡിമാൻഡിൽ കൂടി പ്രൈസിൽ കുറഞ്ഞു, ഇവിടെ പ്രൈസിൽ കൂടി ഡിമാൻഡിൽ കുറഞ്ഞു. അതാണ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് എന്ന പേരിൽ പറയുന്നത്. പരപ്പ് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നാലാമതൊന്നും വരുന്നത് പൂർണ്ണ ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അത് നാലാമത്തെ വരുന്നത്. പൂർണ്ണ ഇലാസ്റ്റികത ചോദ്യം കേട്ടോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിറ്റി ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വിലയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം മുതൽ ചോദനത്തിൽ അനന്തമായ മാറ്റം ഉണ്ടാകും. അതിനാണ് അങ്ങനത്തെ ഉൽപ്പന്നം ഇല്ലാത്തതാണ്. വിലയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം മൂലം ചോദനത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇതാണ് ഡിമാൻഡ്. വിലയാണ് പ്രൈസ്, ഇതാണ് പ്രൈസ്. ഇത് ക്യൂ ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ വിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം അനന്തപരമായ മാറ്റം ഉണ്ടാകും. ഇത്തരം സാഹചര്യ ഇലാസ്റ്റികത കേവലം മൂലം നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഈ ഡിമാൻഡ് വിലയിലുണ്ടാകുന്ന ഇത്രയും മാറ്റങ്ങൾ ഡിമാൻഡിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ അവസാനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായി, ഒരു 10% മാറ്റം, പക്ഷേ ഡിമാൻഡിന് അതിനനുസരിച്ച് എത്രയെന്ന് പറയാൻ കഴിയുന്നില്ല. അത്തരം ഒരു ഉൽപ്പന്നം പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇതൊക്കെ വരച്ച് വെക്കാൻ നിങ്ങൾക്ക് കേട്ടോ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിറ്റി ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും ചോദന മാറുന്നില്ല, അങ്ങനെ വരികയാണ്. ഇതാണ് ഡിമാൻഡ്. ഡിമാൻഡ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. വില ഇങ്ങനെ കൂടുന്നുണ്ട്, കണ്ടോ, ഇങ്ങനൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്. P1 P2 ഒക്കെ ആണുണ്ട്, പക്ഷെ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്. വിലയിൽ എത്ര മാറ്റം ഉണ്ടായാലും ചോദനയിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാത്ത സാഹചര്യത്തിൽ പൂർണ്ണ ഇലാസ്റ്റിക്. ഇത്തരം സാഹചര്യത്തിൽ ഇലാസ്റ്റികത മൂല്യം 0 ആയിരിക്കും. പ്രൈസ് ഇലാസ്റ്റിറ്റി ഇവിടെ 0 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഡിമാൻഡ് എത്രയെന്ന് കണക്കാക്കാൻ പറ്റുന്നില്ല. അപ്പൊ വില എത്ര കൂടിയാലും വില എത്ര കുറഞ്ഞാലും ഡിമാൻഡിൽ ഒരു മാറ്റം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ എമർജൻസി ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ഉപ്പ്
തീപ്പെട്ടി, ഇതിനൊക്കെ എന്ത് വില ആയാലും നമ്മൾ വാങ്ങുമ്പോൾ അത് അത്യാവശ്യമല്ലേ. അപ്പൊ ഡിമാൻഡിന് മാറ്റമില്ല, വില എന്തായിക്കോട്ടെ ഡിമാൻഡിന് മാറ്റമില്ല. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ വന്നതിന് ഇതേപോലെ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് വന്നതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? ഒന്നാമത്തെ നേച്ചർ ഓഫ് കമ്മോഡിറ്റി. ഒരു ഉൽപ്പന്നത്തിന്റെ സ്വഭാവമാണ്. ഒരു ഉൽപ്പന്നം ആവശ്യ വസ്തുവാണോ, ആഡംബര വസ്തുവാണോ, സുഖഭോഗ വസ്തുവാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇലാസ്റ്റിക്. ആഡംബര വസ്തുവാണെങ്കിൽ ഇലാസ്തികത വളരെ കൂടുതലാണ്, വലിയ മാറ്റം ഉണ്ടാവും. ഒരു ആഡംബര വസ്തുവിന്റെ വിലയിൽ മാറ്റം വന്നാൽ ഡിമാൻഡിന് വലിയ മാറ്റം വരും. ഒരു ആഡംബര വസ്തുവിന്റെ വില കൂടിയാലും ഡിമാൻഡിന് മാറ്റം വരും, വില കുറഞ്ഞാലും ഡിമാൻഡ്. എന്നാൽ ഒരു അത്യാവശ്യ വസ്തുവിന്റെ കാര്യത്തിൽ വ്യത്യസ്തമാണ്. അതൊരു എമർജൻസി ആയിട്ടുള്ള വസ്തുവാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത. പ്രതിസ്ഥാപന വസ്തുക്കളുടെ എന്നാൽ ഏതൊക്കെ വരിക? ചായ, കാപ്പി, ഹോർലിക്സ്, പോസ്റ്റ്. അതിന് ഇലാസ്തികത ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ചോദനം ഇലാസ്തികതമല്ലാത്ത ചോദനമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ക്രോസ് ഇലാസ്റ്റിറ്റി എന്താണെന്നുള്ളത്. ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന ഒരു പദാർത്ഥത്തിന്റെ ചോദനത്തിന് അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു പദാർത്ഥത്തിന്റെ വിലയിൽ വരുന്ന മാറ്റമാണ് ക്രോസ്. ഒരു പദാർത്ഥത്തിന്റെ ചോദനം മറ്റൊരു പദാർത്ഥത്തിന്റെ വില, ഒരു പദാർത്ഥത്തിന്റെ ചോദനം കുറയാണ്, ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പദാർത്ഥത്തിന്റെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പൊ ചായ, കാപ്പി എന്നൊക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞില്ലേ, അതാണ് അതിന് ഉദാഹരണം. ഒരു പദാർത്ഥത്തിന്റെ ചോദനത്തിന് അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു പദാർത്ഥത്തിന്റെ വിലയിൽ മാറ്റം വരികയാണ്. ഒരു പദാർത്ഥത്തിന് ചോദനം ഉണ്ടാകണമെങ്കിൽ, കാപ്പിപ്പൊടിക്ക് ചോദനം ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ തേയിലയുടെ വില കൂടണം. അതാണ് ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. തേയിലയുടെ വില കൂടിക്കഴിഞ്ഞാലാണ് ഏതിന് ചോദനം ഉണ്ടാവുള്ളൂ? കാപ്പിക്ക് ചോദനം ഉണ്ടാവുള്ളൂ. അതാണ് ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന പേരിൽ അറിയുന്നത്. പിന്നെ വരുന്ന ഇൻകം ഇലാസ്റ്റിറ്റി ആണ് പറയുന്നത്. ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ചോദനത്തിന്റെ മറ്റ് നിർണായക ഘടകങ്ങൾക്ക് മാറ്റമില്ലാതിരിക്കെ വരുമാനത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഫലമായി ഒരു പദാർത്ഥത്തിന്റെ ചോദനത്തിൽ വരുന്ന മാറ്റം. അപ്പൊ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ചോദനം കൂടും, വരുമാനം കുറഞ്ഞാൽ ചോദനം കുറയും കേട്ടോ. അങ്ങനെ വരുന്ന മാറ്റത്തിന്റെ നിരക്കിനെയാണ് ചോദനത്തിന്റെ വരുമാന ഇലാസ്തികത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. ഒരുപാട് കണക്കുകൾ വരുന്നുണ്ട്, അത് മുഴുവൻ നമ്മളിവിടെ ചെയ്യുന്നില്ല. അതിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9037114679 എന്ന് പറയുന്ന നമ്പറുമായി ബന്ധപ്പെടും. താങ്ക് യു.